ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ദേവി മഹാത്മ്യത്തിലെ 10-ാമത്തെ അധ്യായമാണ് നോക്കുവാനുള്ളത്. ശുംഭവധമാണ് 10-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. 10-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഋഷിരുവാച നിശുംഭം നിഹതം ദൃഷ്ട്വാ ഭ്രാതരം പ്രാണസംമിതം ഹന്യമാനം ബലം ചൈവ ശുംഭഃ ക്രുദ്ധോബ്രവീദ്വചഃ. നിശുംഭം നിഹതം ദൃഷ്ട്വാ ഋഷിരുവാച, മഹർഷി പറഞ്ഞു. അതായത് സുമേധസ് എന്ന് പറയുന്ന മഹർഷി കഥ വീണ്ടും തന്നെ കേൾക്കുവാനിരിക്കുന്നതായിട്ടുള്ള സുരഥ മഹാരാജാവിനും സമാധി എന്ന വൈശ്യനുമായിട്ട് കഥ തുടരുകയാണ്. ഇവിടെ ആ സുമേധസ് എന്ന് പറയുന്ന മഹർഷി പറയുകയാണ്, നിശുംഭം നിഹതം ദൃഷ്ട്വാ, നിശുംഭൻ എന്ന മഹാസുരൻ നിഹതം ദൃഷ്ട്വാ കൊല്ലപ്പെട്ടത് കണ്ടിട്ട് ഭ്രാതരം പ്രാണസംമിതം, തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള നിശുംഭൻ, ആ ജ്യേഷ്ഠൻ എങ്ങനെയാണ്? പ്രാണസംമിതം, പ്രാണതുല്യനായ സഹോദരനായ നിശുംഭൻ കഴിഞ്ഞില്ല, നിശുംഭൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെയല്ല, ഹന്യമാനം ബലം ചൈവ, ബലം ച ഏവ, തൻ്റെ സൈന്യങ്ങളെയും ഒക്കെ ആ ചണ്ഡികാദേവി തൻ്റെ പ്രാണതുല്യനായിട്ടുള്ള സഹോദരനായ നിശുംഭനെയും അതേപോലെ സൈന്യങ്ങളെയും ഒക്കെ കൊലപ്പെടുത്തിയത് കണ്ടിട്ട് ശുംഭ ക്രുദ്ധോബ്രവീദ്വചഃ, ശുംഭ ക്രുദ്ധ അബ്രവീദ്വചഃ, ശുംഭൻ അതീവ ക്രുദ്ധനായി തീർന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അബ്രവീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഇനിയും 2-ാമത്തെ ശ്ലോകം. ബലാവലേപദുഷ്ടേ ത്വം മാ ദുർഗേ ഗർവമാവഹ അന്യാസാം ബലമാശ്രിത്യ യുധ്യസേ ത്വതിമാനിനി. ബലാവലേപദുഷ്ടേ ത്വം, അല്ലയോ ദുഷ്ടയായിട്ടുള്ള ചണ്ഡികാദേവിയോട് പറയാണ്, അല്ലയോ ദുഷ്ടേ, ഹേ ദുർഗേ, ത്വം നീയ ബലാവലേപ, നിനക്ക് വളരെയേറെ ബലമുണ്ടെന്നുള്ള ഒരു ഭാവമുണ്ടല്ലോ, നീ വലിയ ശക്തിശാലിയാണെന്നുള്ള ഭാവമുണ്ടല്ലോ, അതുകൊണ്ട് മാ ദുർഗേ ഗർവമാവഹ, നിന്റെ ആ അഹങ്കാരമൊക്കെ കളയുക, ദൂരെ കളയൂ. അന്യാസാം ബലമാശ്രിത്യ യുധ്യസേ ത്വതിമാനിനി. അന്യാസാം ബലമാശ്രിത്യ, ഇവിടെ ഞാനാണ് ഇതെല്ലാം, എല്ലാവരും എന്നെയാണ്, അന്യ ആളുകളുടെയൊക്കെ അന്യാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ ബലമാശ്രിത്യ, അവരുടെയൊക്കെ ബലത്തെ ആശ്രയിച്ചു കൊണ്ടാണല്ലോ, അതായത് ഈ മറ്റു മാതൃഗണങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരുടെയൊക്കെ ഇന്ദ്രാണി മുതലായിട്ടുള്ള മാതൃഗണങ്ങളുടെയൊക്കെ ബലത്തെ ആശ്രയിച്ചു കൊണ്ടാണല്ലോ നീ യുദ്ധം ചെയ്യുന്ന. യുധ്യസേ തു അതിമാനിനി, യുധ്യസേ തു അതിമാനിനി, നീ ആകട്ടെ മറ്റുള്ളവരുടെയൊക്കെ ബലത്തെ ആശ്രയിച്ചു കൊണ്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ പക്ഷേ നിന്റെ ഒരു ഭാവം എന്താ? നീ വളരെ ബലമുള്ളവളാണ് എന്നുള്ള അതിമാനിനി, നിനക്ക് ഒരല്പം അഹങ്കാരം കൂടുതലാണ്, ആ അഹങ്കാരത്തെയൊക്കെ നീ ദൂരക്കളയൂ എന്ന് ശുംഭൻ പറഞ്ഞു. ഇത് കേട്ട് ദേവി ഉവാച, ദേവി ഇപ്രകാരം പറഞ്ഞു, ഏകൈവാഹം ജഗത്യത്ര ദ്വിതീയ ക മമാപര പശ്യൈത ദുഷ്ടമയ്യേവ വിശന്ധ്യോ മദ്വിഭൂതയഃ.
ഏകൈവാഹം ജഗത്യത്ര ഏക ഏവ അഹം ജഗതി അത്ര. അപ്പോൾ ശുംഭൻ്റെ ഈ ഇങ്ങനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ദേവി ഇപ്രകാരം പറഞ്ഞു. ഏക ഏവ അഹം ജഗതി അത്ര. ഇവിടെ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ഏക ഏവാഹം, ഞാൻ ഒരാൾ മാത്രമേയുള്ളൂ ഈ ജഗത്തില്. ദ്വിതീയാക മമ അപര, എന്നെ ഒഴിച്ചാൽ, മമ അപര എന്നെ മാറ്റി നിർത്തിയാൽ, ദ്വിതീയ രണ്ടാമത് ഒന്ന് എന്ന് പറയുവാൻ, ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ വേറെ ആരാണുള്ളത്? ഞാനല്ലാതെ മറ്റൊന്നും ഈ ജഗത്തിലില്ല. പശ്യൈതാ ദുഷ്ട മൈ ഏവ വിശന്ധ്യോ മത് വിഭൂതയ. പശ്യൈതാ ദുഷ്ട, അല്ലയോ ദുഷ്ട, നീ കാണുന്നതൊക്കെയും മൈ ഏവ വിശന്ധ്യോ, എന്നിൽ ലയിക്കുന്നതാണ്. മത് വിഭൂതയ, എൻ്റെ വിഭൂതികളാണ്. അതായത് ബ്രഹ്മാണി തുടങ്ങിയ മറ്റുള്ള ശക്തികളൊക്കെയും മറ്റു മാതൃഗണങ്ങളൊക്കെയും എന്നിൽ ലയിക്കുന്നവയാണ്. ഇവിടെ രണ്ടർത്ഥവുമുണ്ട്. അതായത് ഈ ദുഷ്ടന്മാർ, അതിപരാക്രമശാലികളായിട്ടുള്ള ദുഷ്ടന്മാർ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ദേവി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവിയിലാണ് ഇതെല്ലാം കുടികൊള്ളുന്നത്, ദേവിയിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അല്ലയോ ദുഷ്ട, അതായത് ഒരമ്മയുടെ മാറിടത്തിൽ മയങ്ങുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ, അല്ലയോ ദുഷ്ട, നീ എന്നിലാണ് നിലകൊള്ളുന്നത്. നീ തിരിഞ്ഞു നിന്ന് എന്നോട് ഇങ്ങനെ ഒരു നായയെപ്പോലെ കുരയ്ക്കുമ്പോൾ, ഗർവം നിറഞ്ഞ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അറിയുക നീ വെറും ശിശുവാണെന്ന് എന്ന് പരോക്ഷമായി പറയുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആ പരമമായ ബ്രഹ്മതത്വത്തെ മുഴുവൻ ദേവി പറയുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഞാനൊന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ, എന്നിൽ നിന്നും ഭിന്നമായി മറ്റൊന്നില്ല. വേറെ എന്താണ് ഇവിടെ? ഒന്നും കാണുന്നില്ലല്ലോ, വേറെ ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നവയൊക്കെയും, നീ ഇന്ന് കാണുന്നവയൊക്കെയും എന്നിൽ ലയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, എന്നിൽ തന്നെ നിലനിൽക്കുന്നതാണ്. ഒരു സമുദ്രത്തിലെ കുമിളകളൊക്കെ പൊങ്ങി വരുന്ന പതയും കുമിളകളും തിരകളും ഒക്കെയായി വരുന്നത് ആ സമുദ്രജലത്തിൽ നിന്ന് തന്നെ പൊങ്ങി വരുന്നു, അതിൽ തന്നെ ലയിച്ചു ചേരുന്നു. ഇതേപോലെ ദേവി ആ പരമമായ ബ്രഹ്മതത്വത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും എന്ന് നമുക്ക് കാണാം. ഋഷിരുവാച, ഇനി അതിന് മഹർഷി തുടർന്ന് കഥ പറയുകയാണ്. തത സമസ്താസ്താ ദേവ്യ ബ്രഹ്മാണി പ്രമുഖാലയം തസ്യ ദേവ്യാസ്തനൗ ജഗ്മുരേകൈവാസി തദാംബിക. തത സമസ്താസ്താ ദേവ്യോ ബ്രഹ്മാണി പ്രമുഖാലയം. അനന്തരം തതഃ അനന്തരം സമസ്താ താ ദേവ്യോ, സമസ്ത എല്ലാ ദേവശക്തികളും, ദേവ്യോ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ബ്രഹ്മാണി പ്രമുഖാലയം, ബ്രഹ്മാണി തുടങ്ങിയ ആ പ്രമുഖ ശക്തികളെല്ലാം തന്നെയും, ആ ദേവശക്തികളെല്ലാം ഭഗവതിയുടെ ശരീരത്തിൽ ലയിച്ചു. തസ്യ ദേവ്യാസ്തനൗ ജഗ്മു, തസ്യ ദേവ്യ ആ ദേവിയുടെ സ്ഥലങ്ങളിലാണ് അവര് ജഗ്മുരേകൈവാസീത് തദോംബിക, അവർ ലയിച്ചത് ദേവിയുടെ സ്ഥലങ്ങളിലാണ്. അനന്തരം ജഗ്മു ഏകൈവ ആസീത തതഃ അംബിക, അനന്തരം ആ ജഗന്മാതാവ് ഏക ഏവ ആസീത അതൊന്നു മാത്രമായി തീർന്നു. തതഃ അംബിക, അതായത് അതിനുശേഷം ഈ മാതൃഗണങ്ങളൊക്കെയും ദേവിയുടെ സ്ഥലങ്ങളിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ ആ അംബികാദേവി ഭഗവതി അമ്മേ അവിടുന്ന് ഒന്നു മാത്രമായി തീർന്നു. ഏക ഏവ ആസീത്, ഒന്ന് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നൊരു അവസ്ഥയിൽ കാണിച്ചു കൊടുത്തു ആ ശുംഭൻ എന്ന് പറയുന്ന അസുരന. ദേവ്യുവാച അഹം വിഭൂത്യ ബഹുഭിരിഹ ഉപൈര്യതാ സ്ഥിത തൽസംഹൃതം മയൈകൈവ തിഷ്ഠാമ്യാജൗ സ്ഥിരോ ഭവ. അതിനുശേഷം ദേവി പറയുകയാണ്, ദേവി ഉവാച, ദേവി പറയാണ്, അഹം വിഭൂത്യാ ബഹുഭിഹി, ഈ കാണുന്നതെല്ലാം, അല്ലയോ ശുംഭ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എൻ്റെ വിഭൂതികളോട് കൂടിയാണ് ഇതേവരെ
ഇഹ രൂപൈര്യതാസ്ഥിത. ഇതേവരെ യുദ്ധഭൂമിയിൽ കഴിഞ്ഞുകൂടിയത് ഞാൻ പറഞ്ഞു എൻ്റെ വിഭൂതികളോട് കൂടിയതാണ്. എൻ്റെ തന്നെ മായാപ്രഭാവങ്ങളാണ് നീ കണ്ടതൊക്കെയും. എന്നിൽ തന്നെ ഉള്ളവയാണ്, എന്നിൽ നിന്നും വന്നവയാണ്, എന്നിൽ തന്നെ ലയിക്കുന്നവയാണ്. അതെല്ലാം ഇഹ രൂപൈര്യതാസ്ഥിത തത് സംഹൃതം. അതെല്ലാം ഇതാ ഞാൻ തന്നെ സംഹൃതം മയ ഏക ഏവ. ഇവയെല്ലാം എന്നിൽ തന്നെ സംഹരിച്ചിരിക്കുന്നു, എന്നിൽ തന്നെ ലയിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇഹ രൂപേർ യഥാസ്ഥിത, ഈ നീ കണ്ട പല രൂപങ്ങളിലുള്ള സ്ത്രീ ശക്തികളുണ്ടല്ലോ, ഈ ദേവീ രൂപങ്ങൾ, ഈ മാതൃഗണങ്ങളൊക്കെയും എൻ്റെ തന്നെ വിഭൂതികളാണ്. നീ ആ യുദ്ധഭൂമിയിൽ കണ്ടതൊക്കെയും അവയൊക്കെയും എന്നിൽ തന്നെ ഞാൻ ലയിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സംഹരിച്ചിരിക്കുന്നു. തിഷ്ഠാമി ആജൗ സ്ഥിരോ ഭവ. ഞാനിതാ ഇനിയും തിഷ്ഠാമി ആജൗ സ്ഥിരോ ഭവഃ. ഇനി ഞാനിതാ യുദ്ധത്തിനായിട്ട് ഇവിടെ തിഷ്ഠാമി നിൽക്കുന്നു. അതായത് നീയും അതിനായിട്ട് സ്ഥിരോഭവ, സ്ഥിരനായി വന്നാലും, അതായത് നീ തയ്യാറെടുത്ത് വന്നോളൂ. ഞാൻ നിന്നോട് ഒറ്റയ്ക്ക് തന്നെ യുദ്ധം നേരി. ഇത്രയും നേരവും നീ കണ്ട എൻ്റെ വിഭൂതികളെയൊക്കെ ഞാൻ തിരികെ എന്നിൽ തന്നെ ലയിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞാൻ നിന്നോട് യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നീയും വരൂ, യുദ്ധം ചെയ്യൂ എന്ന് പറയുകയാണ് ദേവി. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. ഋഷിരുവാച. സുമേധസ് മഹർഷി കഥ തുടരുകയാണ്. തതഃ പ്രവവൃതേ യുദ്ധം ദേവ്യാ ശുംഭസ്യ ചോഭയോ പശ്യതാം സർവദേവാനാം അസുരാണാം ച ദാരുണം. തതഃ പ്രവവൃതേ യുദ്ധം. അനന്തരം ഘോരമായിട്ടുള്ള യുദ്ധം അവിടെ നടന്നു. ദേവ്യാ ശുംഭസ്യ ചോഭയോ. ദേവ്യാ ശുംഭസ്യ ച ഉഭയോ. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ, ദേവിയുടെയും ശുംഭൻ്റെയും ഇടയിൽ ഘോരമായിട്ടുള്ള യുദ്ധം തന്നെ അവിടെ നടന്നു. പശ്യതാം സർവദേവാനാം. എല്ലാ അസുരന്മാരും നോക്കി നിൽക്കെ. സർവദേവാനാം, എല്ലാ ദേവന്മാരും, അതേപോലെ അസുരാണാം, എല്ലാ ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കേ. ച ദാരുണം. ദാരുണം എന്ന് പറഞ്ഞാൽ ഘോരമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ അവിടെ ഉണ്ടായി. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ശരവർഷൈശിതൈശ്ശസ്ത്രൈസ്തഥാസ്ത്രൈശ്ചൈവ ദാരുണൈ തയോർയുദ്ധമഭൂദ്ഭൂപ സർവലോകഭയങ്കരം. ശരവർഷൈശിതൈശസ്ത്രൈ. ശരവർഷം, ശരങ്ങളെ വർഷിച്ചും, ശിതൈ ശസ്ത്രൈ തഥാ അസ്ത്രൈ, മൂർച്ചയേറിയതായിട്ടുള്ള ശസ്ത്രങ്ങൾ പ്രയോഗിച്ചും, ശിതൈ ശസ്ത്രൈ, മൂർച്ചയേറിയ ആയുധങ്ങൾ, ശസ്ത്രങ്ങളെയൊക്കെ പ്രയോഗിച്ചും, അതേപോലെ തഥാ അസ്ത്രൈ, അസ്ത്രങ്ങളെയൊക്കെ പ്രയോഗിച്ചു, അസ്ത്രങ്ങൾ കൊണ്ടും, ചൈവ ദാരുണൈ ച ഏവ ദാരുണൈ, ദേവിയും ശുംഭനും തമ്മിലുള്ള തയോർ യുദ്ധം അഭൂദ്ഭൂപ. രണ്ടുപേർക്കുമിടയിൽ യുദ്ധം, അങ്ങനെ ഘോരമായ യുദ്ധം അഭൂത് ഉണ്ടായി, നടന്നു. സർവലോക ഭയങ്കരം. അവർക്കു തന്നെയല്ല, ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ആ മറ്റ് സൈനികർക്കും ശുംഭനും മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ ലോകത്തിനും ഭയങ്കരം, ഭയം ജനിപ്പിക്കുമാറായി ആ യുദ്ധം. അത്ര ഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. ദിവ്യാന്യസ്ത്രാണി ശതശോ മുമുചേ യാന്യഥാംബിക ബഭഞ്ജ താനി ദൈത്യേന്ദ്രസ്തത്പ്രതീഘാതകർമ്മഭി. ദിവ്യാനി അസ്ത്രാണി ശതശോ, നൂറുകണക്കിന്. ഇവിടെ ശതശം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അനേകം എന്നുള്ള അർത്ഥത്തിലാണ്. ദിവ്യാനി അസ്ത്രാണി, ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെയൊക്കെ ദേവി മുമുജെ യാനി യഥാ അംബിക, ദേവി ആകട്ടെ, അംബികാദേവി എന്ത് ചെയ്തു? ആ ശുംഭൻ്റെ നേർക്ക് മുമുജെ ദിവ്യാനി അസ്ത്രാണി ശതശോ, നൂറുകണക്കിന് അനേകം ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങളെ ശുംഭൻ്റെ നേർക്ക് ദേവി പ്രയോഗിച്ചു. ബഭഞ്ജ താനി ദൈത്യേന്ദ്ര തത് പ്രതീഘാതകർമ്മഭി. ബഭഞ്ജ താനി ദൈത്യേന്ദ്ര, ആ ദൈത്യേന്ദ്രൻ, അസുരരാജാവായിട്ടുള്ള ശുംഭനാകട്ടെ അവയെല്ലാം ബഭഞ്ജ, മുറിച്ചു. തത് പ്രതീഘാതകർമ്മഭി,
തൻ്റെ പ്രത്യസ്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് ദേവി പ്രയോഗിച്ച ആ ദിവ്യമായ അസ്ത്രങ്ങളെയൊക്കെയും മുറിച്ചു കളഞ്ഞു. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. മുക്താനി തേന ചാസ്ത്രാണി ദിവ്യാനി പരമേശ്വരി ബഭഞ്ജലീലയൈവാഗ്രേ ലീലയൈവോഗ്ര ഹുങ്കാരോച്ചാരണാദിഭീം മുക്താനി തേന ച അസ്ത്രാണി. തൻ്റെ നേർക്ക് അവനാൽ, അതായത് ആ ശുംഭനാൽ, തേന ച അസ്ത്രാണി തൻ്റെ നേർക്ക് പ്രയോഗിച്ചതായിട്ടുള്ള ആ അസ്ത്രങ്ങളെ, ശുംഭൻ തൻ്റെ നേർക്ക് പ്രയോഗിച്ച ആ ദിവ്യമായ അസ്ത്രങ്ങളെയൊക്കെയും ദിവ്യാനി പരമേശ്വരി ആ ദേവി എന്തു ചെയ്തു? ബഭഞ്ജ ലീലയൈവോഗ്ര ഹുങ്കാരോച്ചാരണാദിഭി ബഭഞ്ജ ലീലയ ഏവ തൻ്റെ ലീല എന്നോണം അവയെയൊക്കെ, ഒരു വിനോദം എന്നോണം അവയെയൊക്കെ ബഭഞ്ജ മുറിച്ചു കളഞ്ഞു. എന്നിട്ടോ ഉഗ്ര ഹുങ്കാര ഉച്ചാരണാദിഭീം ഉഗ്രമായിട്ടുള്ള ഹുങ്കാരപ്രയോഗങ്ങളാൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് തന്നെ ശുംഭൻ പ്രയോഗിച്ച ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങളെ മുഴുവൻ മുറിച്ചു കളഞ്ഞു. അതായത് ദേവിക്ക് തിരിച്ച് പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വന്നില്ല. ദേവി പ്രയോഗിച്ച ആയുധങ്ങളെ മുറിക്കുന്നതിന് ശുംഭന് പ്രത്യസ്ത്രങ്ങളെ പ്രയോഗിക്കേണ്ടി വന്നുവെങ്കിൽ ശുംഭൻ പ്രയോഗിച്ച അസ്ത്രങ്ങളെ മുറിക്കുന്നതിന് ദേവിക്ക് തൻ്റെ ഹുങ്കാര ശബ്ദം മാത്രമേ വേണ്ടി വന്നുള്ളൂ. അതായത് ദേവിയുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ അപ്പോഴും അക്ഷയപാത്രം പോലെ നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. അതേസമയം ശുംഭൻ്റെ ആയുധശേഖരങ്ങളിൽ നിന്നും ആയുധങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ന ചാപ്യേവം വിധം യുദ്ധം പ്രാഗാസീത് ഭവിതാ ന ച തത ശരശതൈർദേവീം ആച്ഛാദയതസോസുരഃ. ന ചാപ്യേവം വിധം യുദ്ധം ന ച അപി ഏവം വിധം യുദ്ധം പ്രാഗ് ആസീത്. പ്രാഗ് മുൻപ് ഇപ്രകച്ച അപി ഏവം വിധം യുദ്ധം ഇപ്രകാരം ഒരു യുദ്ധം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. ഭവിത ന ച ഇനി മേലിൽ ഉണ്ടാവുകയുമില്ല. തത ശരശതൈർദേവീം ആച്ഛാദയതസോസുരഃ എന്നിങ്ങനെ ഇവിടെ ഇപ്രകാരം ഒരു യുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിമേലിൽ ഉണ്ടാവുകയുമില്ല എന്നൊക്കെ ദേവന്മാരും മഹർഷിമാരും ഒക്കെ പറഞ്ഞതിനിടയിൽ ആ ശുംഭൻ എന്താ ചെയ്ത? തത ശരശതൈർദേവീം ആച്ഛാദയത സോസുരഃ. ആ അസുരൻ തൻ്റെ ശരശതൈർ നൂറുകണക്കിന് 1000 കണക്കിന് ശരങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് ദേവീമാച്ഛാദയത ദേവിയെ കാണാൻ പാടില്ലാത്തവണ്ണം വീണ്ടും മൂടി. മുൻപ് ഇതേപോലെ ഒരു സന്ദർഭം നമ്മൾ മുൻപും കണ്ടിരുന്നു ഈ യുദ്ധഭൂമിയിൽ. ഇപ്പോൾ ദേവിയെ വീണ്ടും ശുംഭൻ തൻ്റെ ശരങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് ദേവിയെ കാണാൻ പാടില്ലാത്ത വിധത്തിൽ, ദേവിയെ കാണാൻ കഴിയാത്ത വിധത്തിൽ മൂടിക്കളഞ്ഞു. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. സ ച തത് കുപിതാ ദേവി ധനുശ്ചിച്ഛേദസായകൈ ഛിന്നേ ധനുഷി ദൈത്യേന്ദ്രസ്തഥാ ശക്തി സമാദദേ. സ ച തത് കുപിതാ ദേവി ആ കുപിതയായിത്തീർന്ന ദേവി ധനുശ്ചിച്ഛേദസായകൈ ആ ശുംഭൻ്റെ ധനുസ്സിനെ മുറിച്ചു കളഞ്ഞു. ഛിന്നേ ധനുഷി ദൈത്യേന്ദ്ര തഥാ ശക്തി സമാദദേ. ഛിന്നേ ധനുഷി ദൈത്യേന്ദ്ര അങ്ങനെ മുറിച്ചു കളഞ്ഞപ്പോൾ തൻ്റെ വില്ല്, ധനുഷി എന്ന് പറഞ്ഞാൽ തൻ്റെ വില്ല് ഛിന്ന ഭിന്നമായി തീർന്നപ്പോൾ ദൈത്യേന്ദ്ര ആ ശുംഭനാകട്ടെ തഥാ ശക്തി സമാദദേ തൻ്റെ ശക്തി എന്ന ആയുധത്തെ എടുത്തു. അതായത് വേല എന്ന ആയുധത്തെ എടുത്തു. എന്നിട്ടോ ചിച്ഛേദ ദേവീചക്രേണ താം അപ്യസ്യ കരേ സ്ഥിതാം. ചിച്ഛേദ ദേവീചക്രേണ ദേവി ആകട്ടെ
ആ ശുംഭൻ്റെ കയ്യിൽ ധരിച്ചിരുന്ന ആ വേലിനെ ചിച്ഛേദ മുറിച്ചു. എന്ത് ചെയ്തു? താം അപ്പി അസ്യ കരേ സ്ഥിതാം. എങ്ങനെ? തൻ്റെ കയ്യിൽ ധരിച്ചിരുന്ന ചക്രേണ, ചക്രായുധ പ്രയോഗം കൊണ്ട് ദേവി ആ ശുംഭൻ്റെ കയ്യിലിരുന്ന വേലിനെ മുറിച്ചു കളഞ്ഞു. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. തതഃ ഖഡ്ഗമുപാദായ ശതചന്ദ്രം ച ഭാനുമത് അഭ്യഥാവത താം ദേവീം ദൈത്യാനാമധിപേശ്വര. തതഃ ഖഡ്ഗമുപാദായ ശതചന്ദ്രം ച ഭാനുമത്. തതഃ അനന്തരം ഖഡ്ഗം ഉപാദായ തൻ്റെ വാളും അതേപോലെ തന്നെ ഉപാദായ എടുത്തുകൊണ്ട് ശതചന്ദ്രം ച ഭാനുമത് ആ ഭഗവതിയുടെ കൈകളിൽ അപ്പോൾ വാളും പരിചയമൊക്കെ ഏന്തി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ ദേവിയുടെ അടുത്തേക്ക് അഭ്യഥാവത താം ദേവീം, ദേവിയുടെ നേരെ പാഞ്ഞെടുത്തു വന്നു യുദ്ധം ചെയ്യുന്നതിനായിക്കൊണ്ട്. ആര്? ദൈത്യാനാം അധിപേശ്വര, ശുംഭൻ എന്ന് പറയുന്ന അസുര രാജാവ് ദേവിയുടെ നേരെ പാഞ്ഞെടുത്തു വന്നു. ദേവിയാകട്ടെ കയ്യിൽ വാളും പരിചയമൊക്കെ ഏന്തി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ശുംഭൻ വരുമ്പോൾ ദേവിക്കൊട്ടും കുലുക്കമില്ല. ശുംഭനാകട്ടെ ഓരോ ഘട്ടം കഴിയുന്നോറും തൻ്റെ ഉള്ളിലെ ആ കോപം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഉള്ളിലെ ശാന്തിയും സമാധാനവും കുറയുന്നു. ഉള്ളിൽ ഭയത്തിൻ്റെ നേരിയ കണികകൾ വീഴുന്നു. തൻ്റെ മനോബലവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ അങ്ങനെ ദേവിയുടെ നേരെ പാഞ്ഞെടുത്തു വരുന്നു ആര്? ശുംഭൻ എന്ന് പറയുന്ന അസുരൻ. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. തസ്യാപതത ഏവാശു ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തൈശ്ചിതൈർബാണൈശ്ചർമ്മ ചാർക്കകരാമലം. തസ്യാപതത ഏവാശു, തസ്യ അപതത ഏവ ആശു. വളരെ പെട്ടെന്ന് തന്നെ ദേവി എന്തു ചെയ്തു? തസ്യ അപതത താഴെയിട്ടു, മുറിച്ചു വീഴ്ത്തി. ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക, ശുംഭൻ്റെ കയ്യിലിരുന്ന ആ ഖഡ്ഗം വാളിനെ ദേവി മുറിച്ചു വീഴ്ത്തി. ധനുർമുക്തൈശ്ചിതൈർബാണൈശ്ചർമ്മ ച അർക്കകരാമലം. ദേവി എന്ത് ചെയ്യും? തൻ്റെ കയ്യിലിരുന്ന മൂർച്ചയേറിയ ധനുർമുക്തൈശ്ചിതൈർബാണൈ, മൂർച്ചയേറിയ ശരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശുംഭൻ്റെ കയ്യിലിരുന്ന വാളും പരിചയം മുറിച്ചു. കഴിഞ്ഞില്ല. ശുംഭൻ്റെ രഥത്തിൽ ശിതൈർബാണൈശ്ചർമ്മ, ധനുർമുക്തി എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള ആ ധനുസിനെ എല്ലാം ഇല്ലാതെയാക്കി. അതായത് ശുംഭനെ തീർത്തും നിരായുധനാക്കി ദേവി വളരെ പെട്ടെന്ന് തന്നെ. ഏവ ആശു എന്നാ പറഞ്ഞ, വളരെ പെട്ടെന്ന് തന്നെ ശുംഭനെ നിരായുധനാക്കി മാറ്റിക്കൊണ്ട് ദേവി ശുംഭൻ്റെ കയ്യിലിരുന്ന വാളും പരിചയമെല്ലാം തൻ്റെ മൂർച്ചയുള്ള ആയുധങ്ങൾ അഥവാ ശരങ്ങൾ കൊണ്ട് ദേവി മുറിച്ചു കളഞ്ഞു. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. ഹതാശ്വ സ തദാ ദൈത്യ ഛിന്നധന്വാ വിസാരഥി ജഗ്രാഹമുദ്ഗരം ഘോരമംബികാ നിധനോദ്യത. ഹതാശ്വ സ തദാ ദൈത്യ. കഴിഞ്ഞില്ല. ആ ശുംഭൻ്റെ രഥങ്ങളിൽ കെട്ടിയിരുന്ന ഹത അശ്വഹ, അശ്വങ്ങളെയും അതായത് കുതിരകളെയും ദേവി വീഴ്ത്തിക്കളഞ്ഞു. സ തദാ ദൈത്യ. അങ്ങനെ കുതിരകളൊക്കെ നശിച്ച് തൻ്റെ രഥവും ഇല്ലാതെയായ, സാരഥിയും ഇല്ലാതെയായി. ഛിന്നധന്വാ വിസാരഥി, സാരഥിയെയും ഇല്ലാതെയാക്കി തീർത്ത ജഗ്രാഹമുദ്ഗരം ഘോര. ഇപ്പോഴാകട്ടെ കയ്യിൽ ആയുധങ്ങളില്ല, അതേപോലെ സാരഥിയില്ല, കുതിരകളില്ല, രഥം പേരിനുണ്ടെന്നേ ഉള്ളൂ, അതും തെളിക്കണമെങ്കിൽ ആളില്ലാതെയായിരിക്കുന്നു. ജഗ്രാഹമുദ്ഗരം ഘോരം. അങ്ങനെയായി തീർന്ന, അസ്ത്രങ്ങളില്ലാതെ കുഴങ്ങിയ ആ ശുംഭാസുരൻ എന്ത് ചെയ്തു? ജഗ്രാഹമുദ്ഗരം ഘോരം അംബിക, ആ അംബികാദേവിയെ, ചണ്ഡികാദേവിയെ കൊല്ലുന്നതിനായിക്കൊണ്ട്
മുദ്ഗരം എന്ന് പറയുന്ന ആയുധത്തെ ജഗ്രാഹ, ആയുധവും ഏന്തിക്കൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് നിധനോദ്യത എന്ന് പറഞ്ഞാൽ ദേവിയെ കൊല്ലുന്നതിനായിക്കൊണ്ട് ദേവിയുടെ നേരെ പുറപ്പെട്ടു. ഇനി അടുത്തത് 15-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.